നമസ്കാരം. സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുത്തൻ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം കഴിഞ്ഞ എപ്പിസോഡ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ വന്ന റെസ്പോൺസസും അഭിപ്രായങ്ങളും എല്ലാം കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ കുട്ടികളുടെ പാട്ടൊക്കെ നിങ്ങൾ അത്രയും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഇനിയും അത് കണ്ടിന്യൂ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ വൺസ് അഗൈൻ വെൽക്കം എവരിവൺ ടു മൈ ജി സൂപ്പർ സ്റ്റാർ. അപ്പൊ സൂപ്പർ സ്റ്റാറിന്റെ സൂപ്പർ ജഡ്ജസിനെ ഞാൻ ആദ്യം വെൽക്കം ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് ലെറ്റ്സ് വെൽക്കം ഷാനിക്ക. ഓക്കെ, ഹരിച്ചേട്ടാ, അഭിചേച്ചി, എല്ലാരും ഭയങ്കര മാസ് ഫീൽ ആണല്ലോ അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ സൂപ്പർ സ്റ്റാർസിനെ വെൽക്കം ചെയ്യാം. സൂപ്പർ സ്റ്റാർസ് അവിടെ ഇത് റെഡി അല്ലേ? ആ, ഇപ്പൊ ഓക്കെ ആയി. സൂപ്പർ ഓർക്കസ്ട്ര. താങ്ക് യു സോ മച്ച്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാരും എനർജി ആയി തുടങ്ങി നമ്മുടെ എപ്പിസോഡില്. എല്ലാവരും മാസാണ്. വെൽക്കം ചെയ്യുമ്പോ തന്നെ രണ്ട് സാധനങ്ങളൊക്കെ ഇട്ട് അങ്ങോട്ട് സെറ്റ് ആക്കിയവര്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ അഭിചേച്ചി, എന്തോ ചേച്ചി ഇപ്പൊ കുറെ സിനിമകൾ ചെയ്തല്ലോ, പക്ഷെ എന്തും ഇപ്പൊ എനിക്കൊക്കെ പെട്ടെന്ന് ചേച്ചിയെ കാണുമ്പോൾ ഞങ്ങൾ സന്തുഷ്ടരാണ് മനസ്സിൽ വരുന്നത്. ആദ്യമൊക്കെ ആ ക്യാരക്ടർ കാണുമ്പോഴേക്കും ഇങ്ങനെ ഇത് എന്താണ് ഈ കാണിക്കണേന്ന് നമുക്ക് തോന്നുമെങ്കിലും ലാസ്റ്റ് ഒക്കെ ആയപ്പോ ഞങ്ങൾക്ക് ഇച്ചിരി പാവൊക്കെ തോന്നിയ ഒരു ക്യാരക്ടർ ആയിരുന്നു. ആ ഒരു സിനിമയുടെ എന്തെങ്കിലും ഒരു ഓർമ്മ പറയാമോ? ഐ മീൻ നല്ല എന്താ പറയാ, എന്റെ ഫസ്റ്റ് പടമായിരുന്നു ഹീറോയിൻ ആയിട്ട്. പിന്നെ എന്താ ഐ മീൻ ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെറ്റ്. വർക്ക് ചെയ്യാൻ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്ന ഒരു സെറ്റായിരുന്നു. ഞാനൊക്കെ ചുമ്മാ ഈ 10ാം ക്ലാസ് 11ാം ക്ലാസ് പഠിച്ചു കിടക്കുന്ന സമയത്താണ് പോയി ചെയ്ത പടമാണത്. സോ യങ്, എന്താണ് സിനിമ ഒന്നും ഒരു പിടിയില്ലായിരുന്നു. ആ ഒരു ഒഴുക്കിലങ്ങ് ചെയ്തു. അവിടെ നിന്ന് തുടങ്ങി ഇപ്പൊ 10-25 വർഷമായി. 10-25 വർഷമായി. ആക്ച്വലി 99 ചെയ്തേ. എക്സാക്ട്ലി 25 years ago. എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. ഒരാള് ഇത്രയും വർഷം, ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. ഞാൻ ജനിച്ചേ ഉള്ളൂ ചേച്ചി ആ സമയത്ത്. അത് മാത്രമേ ഉള്ളൂ ആ വർഷത്തിന്റെ കുഴപ്പം. എന്ന് പറഞ്ഞു വേണ്ടായിരുന്നു ആ ജനനം. ഓക്കെ, എന്തായാലും ഇൻട്രോ ചേച്ചി വന്ന് നമുക്ക് നല്ല പാട്ടുകളൊക്കെ പാടിത്തന്നു. ഇന്നും ഒരു 2 വരെ ഏതെങ്കിലും ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു സോങ്. ഒന്നു തൊട്ടേനേ ഒന്നു തൊട്ടേനേ നിന്നെ തൊട്ടേനേ തൊട്ട് കണ്ണിൽ വച്ചു കൂടെ പോന്നേനേ. ഒന്നു തൊട്ടേനേ നിന്നെ തൊട്ടേനേ തൊട്ട് കണ്ണിൽ വച്ചു കൂടെ പോന്നേനേ. മഴ നനഞ്ഞ നിലാവിനെ മെല്ലെ മകരമഞ്ഞു തലോടുന്ന പോലെ ഒരു പാട്ടായി ഒരു കൂട്ടായി ഒരു കാറ്റായി കാതിൽ മുത്തമേ. ഒന്നു തൊട്ടേനേ നിന്നെ തൊട്ടേനേ തൊട്ട് കണ്ണിൽ വച്ചു കൂടെ പോന്നേനേ. നല്ല പാടാ അത്. പാട്ട് നല്ല സോങ്ങുമാണ്. ഓ ബ്യൂട്ടിഫുൾ സോങ്. അയ്യോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് വിളിക്കട്ടെ. വിളിച്ചോ. ഓക്കെ, അപ്പോ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ കണ്ടസ്റ്റന്റിനെ ഞാൻ സ്വാഗതം ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം വൈഗ ലക്ഷ്മി. कि झूमता ही जा रहा है, झूम 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 बाबा, झूम 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 बाबा. വൈഗ, എന്തോ കാര്യം നീ എന്റെ ശത്രുവാണെങ്കിലും പക്ഷെ പാട്ട് തകർത്തു. സൂപ്പർ ആയിരുന്നില്ലേ? താങ്ക് യു. വേറൊരാള് ഭയങ്കര ഡാൻസ്. അതാരാ ഒരു കുട്ടിച്ചാത്താനെ പോലെ വന്നു?
അത് ചേച്ചി ശരിക്കും ഇവിടെ വരുമ്പോ അറിയും, അവനിവിടെ വരുമ്പോ അറിയും. ഞങ്ങള് നോക്കുമേ സൈഡിൽ കൂടെ ഇങ്ങനെ പോയി ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കും. ഞാൻ അവസാനം ഇങ്ങനെ ഓ ഓ ഓ മാറിപ്പോ പെർഫോമൻസ് കാണട്ടെ. അവനിലേക്ക് ശ്രദ്ധ പോണെന്ന്. വൈക എന്തോ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് റൗണ്ട് തകർത്തു. താങ്ക് യു. അപ്പൊ നമുക്ക് എന്തെങ്കിലും ജഡ്ജസ്മെന്റ് കിട്ടും. ചേച്ചി ഞാൻ തന്നെ തോൽക്കണ്ടേ? ആ വൈഗ ലക്ഷ്മി. എന്തോ ഫസ്റ്റ് അടിപൊളി പേര് കേട്ടോ, താങ്ക് യു. നല്ല പേര്, വെരി ബ്യൂട്ടിഫുൾ നെയിം. താങ്ക് യു. അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ഓൾസോ. താങ്ക് യു. Wow, I really loved your performance. നല്ല എനർജി ഉണ്ടായിരുന്നു, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു സ്റ്റേജിൽ. ലൈക്ക് ഇത് എന്റെ സ്റ്റേജ് ആണ് മക്കളെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു എന്താ പറയണ, എന്നെ ഒന്നും തൊട്ട് കളിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതെപ്പോഴും ഉണ്ട് ചേച്ചി. അല്ല ഇതെല്ലാം നല്ല ക്വാളിറ്റീസ് ആ ഒരു പെർഫോമറിന് വേണ്ട ക്വാളിറ്റീസ് ആണ്. ആ ഒരു കോൺഫിഡൻസും ആ ഒരു ആറ്റിറ്റ്യൂഡും സ്റ്റേജിനെ നമ്മുടേതാണെന്ന് ആ ഉള്ളൊരു ഫീലിംഗ് നമുക്ക് തോന്നിയില്ലെങ്കിൽ നമുക്ക് ഓഡിയൻസിന്റെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ബ്യൂട്ടിഫുള്ളി ഡൺ. താങ്ക് യു. പെർഫോമൻസ് വൈസ് ഐ മീൻ ഐ എം ഷുവർ ഇവർ രണ്ടുപേരും മോർ മ്യൂസിക്കലി അവരാണ് അതിന്റെ മാസ്റ്റേഴ്സ്. സോ അതിന്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. ബട്ട് ആസ് എൻ എന്റർടൈൻമെന്റ് പീസ് എന്ന് നോക്കുവാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു ചേച്ചി. നന്നായിട്ട് പാടും. താങ്ക് യു ചേച്ചി. ഷാനിക്ക വൈക എന്തോ എക്സ്പ്ലോസീവ് പെർഫോമൻസ് ആയിരുന്നു മോളെ. താങ്ക് യു സർ. താങ്ക് യു. ഗംഭീരായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. പക്ഷെ നമ്മുടെ ഇവിടുത്തെ വില്ലൻ ഡിക്ഷൻ ആണ്. ഡിക്ഷ അത് എല്ലാവർക്കും അങ്ങനെ 100% കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്നുള്ളൊരു, കാരണം എൻ്റെ തല എപ്പോഴും ഈ ഡിക്ഷന്റെ പുറകെ ഇങ്ങനെ ഓടി നടക്കുന്നതുകൊണ്ട് അതെൻ്റെ ഒരു കുഴപ്പമാണ്. പിന്നെ ആ പാട്ടിനൊരു പൂർണ്ണത ഇല്ലാത്ത പോലെയും എനിക്ക് ഫീൽ ചെയ്യും. മീൻസ് ഡിക്ഷൻ കറക്റ്റ് ആവണല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജും അതിൻ്റെ ഡിക്ഷനും പ്രൊണൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ആകുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു കംപ്ലീഷൻ വരണേ. പിന്നെ ഞാൻ സമ്മതിച്ചൊരു കാര്യം, ജൂം 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 ബാബ കഴിഞ്ഞിട്ട് തര തരത അത് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റ ഡ്രോപ്പ് ഉണ്ടല്ലോ, ആ ഡ്രോപ്പ് മോൾ കറക്റ്റ് നോട്ടിലാണ് ഹിറ്റ് ചെയ്യണേ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. താങ്ക് യു സർ. താങ്ക് യു. അതൊക്കെ ഓക്കെയാണ്. അല്ലറ ചില്ലറ തെറ്റുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും. മോളത് ഭയങ്കര കൺട്രോൾഡ് പെർഫോമൻസ് ആയിരുന്നു. എവിടുന്നും കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലൊന്നും നടന്നില്ല. കൺട്രോൾ ചെയ്തു. ഓക്കെ, അധികം ബോഡി അനക്കണ്ട, അനക്കി കഴിഞ്ഞാൽ കിതപ്പ് വരും, കിതച്ച് കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിന്ന് പോകും. ഇതൊക്കെ നന്നായിട്ട് മോൾക്ക് അറിയാവുന്നത് കൊണ്ട് നല്ല കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് വൈഗ പെർഫോം ചെയ്തത് കേട്ടോ. ആൻഡ് അഭിരാമി പറഞ്ഞ പോലെ യു ഓൺഡ് ദ സ്റ്റേജ്, അതിലൊന്നും ഒരു തർക്കമില്ല. താങ്ക് യു സർ. ഡിക്ഷൻ മാത്രം നെക്സ്റ്റ് ടൈം ശരി കേൾക്കുമ്പോഴത് യു ക്യാൻ ഗെറ്റ് ഇറ്റ്, അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്രേ ഉള്ളൂ മോളെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ വൈഗ എന്തോ ഓസം പെർഫോമൻസ്. താങ്ക് യു. താങ്ക് യു. ഷാനിക്ക അഭിരാമി പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ആകെ എനിക്ക് തോന്നിയതൊരു കാര്യം ഡിക്ഷനാണ്. ഈ സോങ് അതാണ് ഏറ്റവും ഡിമാൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ആറ്റിറ്റ്യൂഡും ഇതിൻ്റെ ഡിക്ഷനും ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ നമ്മൾ ഒരുപാട് ഹൈ അല്ലെങ്കിൽ കുറച്ച് ലൗഡായിട്ട് പാടുന്ന പോർഷൻസ് വരുമ്പോൾ ജസ്റ്റ് കുറച്ചൊരു ഡിസ്റ്റൻസിൽ മൈക്ക് പിടിച്ചാൽ നന്നായിരിക്കും. കാരണം നമ്മൾ നല്ലതാണ് ഓഡിബിൾ ആക്കുന്നത്, പക്ഷേ ചില പോർഷൻസ് എത്തുമ്പം കുറച്ച് ഡിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാനും എല്ലായിടത്തും ആ ഒരു ഡൈനാമിക്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ലോ രജിസ്റ്റർ പാടുമ്പോഴും ഹൈ ഒക്ടേവ് ഒക്കെ പോകുമ്പോഴും. സോ അതും മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. നല്ല ത്രോ ഉള്ള വോയിസ്, നല്ല ത്രോ ഉണ്ട്, എക്സ്ട്രാ ത്രോ ഉള്ളതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ നീക്കി വെച്ചാൽ അത്ര നല്ലതായിരിക്കും. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. അല്ല വൈകിയെ നമ്മളിപ്പോ ഇത്രയും നല്ല അവളുടെ വോയിസിന്റെ കാര്യമൊക്കെ പറയുമ്പോഴേക്കും ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഒരു 18 വർഷം മുമ്പുള്ള ഒരു കഥ. ഷാനിക്ക, സൂപ്പർ സ്റ്റാറിനെ ബേസ് ചെയ്തിട്ട് ഈ വേദി നിൽക്കുമ്പോൾ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. വൈഗയുടെ അച്ഛൻ ഒരു പ്ലേ ബാക്ക് സിംഗർ ആണ്. നമ്മുടെ ഹരിച്ചേട്ടൻ വന്ന പോലെ വൈഗയുടെ അച്ഛനും പണ്ട് ഇവിടെ ഓഡിഷന് വന്നിട്ടുണ്ട് അത്ര. ഓ, എന്നിട്ട് നമ്മുടെ ഹരിച്ചേട്ടൻ പോയ പോലെ പുള്ളിയും പോയോ? ഹരിച്ചേട്ടനെ പറഞ്ഞഴിച്ച സ്പീഡിൽ തന്നെ നമുക്കത് ചോദിക്കാം. വൈഗയുടെ അച്ഛൻ ഒന്ന് സ്റ്റേജിലേക്ക് വരുമോ? അല്ല, ചില ഫിലിമിന്റെ ഒക്കെ ക്ലൈമാക്സിലൊക്കെ നമ്മൾ കാണാറില്ലേ, മറ്റേ ബെസ്റ്റ് ആക്ടറിലൊക്കെ കാണുന്നത്, മോള് വരുന്നു പാടുന്നു, ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ? അതെ അതെ. ഓക്കെ, പ്രശാന്ത് ഏട്ടാ, പണ്ട് സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ 18 വർഷം മുന്നേ ഓഡിഷന് വന്ന ഒരാളാണ്. തീർച്ചയായിട്ടും. ആ ഒരു കഥ ഒന്ന് പറയോ? ഒരാളുടെ കഥ ഞങ്ങൾ കേട്ടു. ഞാനും കേട്ടോ, ഞാൻ ഉണ്ടായിരുന്നു അന്ന്. അപ്പം ഞാനപ്പോൾ ഓർക്കുകയും ചെയ്തു, ഞാനവിടെ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. അപ്പം ഈ സൂപ്പർ സ്റ്റാറിന്റെ താജ് ഹോട്ടലിലാണെന്ന് തോന്നുന്നു. ഒരു 18 വർഷമായി, ശരിയാണ്. ഞാനും വന്നു, നമ്മുടെ
ദീപക് ദേവ് സാറും അവരൊക്കെ ആയിരുന്നു അവിടെ ജഡ്ജസ് ആയിട്ട്. അപ്പം വന്ന് നമുക്ക് അവിടെ ഭയങ്കര ക്യൂ ആണ്. ഒന്നാമത്തെ നല്ല ആളാണ്. നമ്മൾ ചെന്ന് ഒന്ന് മുകളിൽ കഴിയുമ്പോഴത്തേനും ഓക്കെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു വിടുക. ഞാൻ ഓർക്കുന്നു. അരിയെ മൂളാൻ പോലും വിട്ടില്ല. പേരെന്താ പൊക്കോ? അത് തന്നെ അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ക്ഷമ നശിക്കും. അതുപോലെ ആളാ ഇങ്ങനെ നിൽക്കുന്നത്. എനിക്ക് നല്ല ക്ഷമയുണ്ടായിരുന്നു പാടി തീർക്കാനും. അതുപോലെ തന്നെ ഞാൻ വന്ന വഴി അതുപോലെ തന്നെ തിരിച്ചു വിട്ടു. ഇപ്പം ഈ വേദിയിൽ മോളുടെ ഒപ്പം ഈ അമൃത ടി വിയുടെ ഈ സൂപ്പർ സ്റ്റാർ വേദിയിൽ എനിക്കും നിൽക്കാൻ പറ്റിയത് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. താങ്ക് യു. ഇവിടെ പലരും പകരം വീട്ടാനാണ് വന്നിരിക്കുന്നത്. പ്രശാന്തായിട്ട് അന്നത്തെ വിഷം മൊത്തം എടുത്ത് തീർത്തു. തീർച്ചയായിട്ടും. പടകാളി ചണ്ടിച്ചങ്കിരി പോർക്കിലി മാർക്കിലി ഭഗവതി അടിയനിൽ അരിവോടിന്നിത്തിരി കനിയണമേ. ചുവടുകളിൽ ഒരു ഞുടയുടെ പിഴയരുതേ. ഹൊയ് അമ്മ ഹൊയ് ഹൊയ് ഹൊയ്. ഒത്തുങ്ങി പത്തുങ്ങി ചൊത്തുങ്ങി ചുള്ളുങ്ങി ചേ ചേ വണ്ണങ്ങി കൊണ്ണുങ്ങ മണ്ണങ്ങ കുന്നിത്തൈ മേലെ എന്നന്തിക്കിടയടക്ക കാച്ചു ചെണ്ടപ്പം മാങ്ങാപ്പഴം. കുഴവിയിൽ 70 കിഴവുകളാണ് പൊടി ചറപറ ചറപറ ഇടിയിടിക്കും. ഇടിച്ചും തഴിച്ചും വലിച്ചും പിടിച്ചും ഇടിച്ചും വലിച്ചും പൊരിച്ചും തോലിച്ചും വാ വാ കുരുമുളക് അരിപിടി ഒരു പിടി വിതറിപിടി. താങ്ക് യു. വൈക മലയാളത്തിലും ഡിക്ഷൻ കൊള്ളാം. അപ്പൊ താങ്ക് യു പ്രശാന്ത് ഏട്ടാ. സന്തോഷായില്ലേ? ഓ തീർച്ചയായും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരുപാട് സന്തോഷം. വീണ്ടും ഞാൻ നന്ദി പറയുന്നു നമ്മുടെ ക്രൂവിനോടും ജഡ്ജസിനോടും എല്ലാവരോടും. താങ്ക് യു. ഓക്കെ താങ്ക് യു സോ മച്ച്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും മാർക്ക് ചോദിക്കാം. മാർക്ക് ഹരിച്ചേട്ടാ. ഈ പറഞ്ഞതുപോലെ ആ ഒരു ഹിന്ദി ഡിക്ഷൻ അത് മാത്രമാണ് ശരിക്കും എടുത്ത് പറയേണ്ടത്. ആ ഒരു ഒറ്റ റീസണിലാണ് കുറച്ച് മാർക്ക് കുറഞ്ഞിരിക്കുന്നത്. ബാക്കി പെർഫോമൻസ് വെച്ചിട്ട് ഉള്ള മാർക്കാണിത്. സോ 8 out of 10. താങ്ക് യു. അപ്പം നെക്സ്റ്റ് റൗണ്ടിൽ ഇതിലും മേടിക്കുക കേട്ടോ. ഓക്കെ താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. എനിക്കും ഡിക്ഷൻ ഒരു വില്ലൻ ആയി വന്ന സ്ഥിതിക്ക് ഞാൻ പറഞ്ഞില്ല, പാട്ടിന്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത് ആ ഡിക്ഷൻ അടക്കം വരുമ്പോഴാണ്. അപ്പം ഞാനും സെയിം 8 out of 10. താങ്ക് യു സർ. താങ്ക് യു. ചേച്ചി. ഡിക്ഷന്റെ കാര്യമൊക്കെ അവർ പറഞ്ഞത് ശരിയാണ്. പക്ഷെ എനിക്ക് ആസ് എ പെർഫോമർ എന്നെ ഒരുപാട് എന്റർടൈൻ ചെയ്യിച്ചു. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ ഉള്ള ആ ഒരു എന്റർടൈൻമെന്റ് ഫാക്ടറും എനിക്കെപ്പോഴും ഇഷ്ടമാണ്. ഒരു വീട്ടിൽ നല്ല ഒരു അറ്റ്മോസ്ഫിയർ, വളർത്തി വരുന്ന ഒരു അറ്റ്മോസ്ഫിയർ, അച്ഛനെ ഒരു ഫ്രണ്ടിനെ പോലെ കാണുന്ന ഒരു ഇതാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് എ ഹ്യൂജ് ബ്ലെസ്സിങ് അല്ലേ? സോ അതെല്ലാം കൂടെ കണക്കിലെടുത്ത് ഞാനൊരു 8.5. താങ്ക് യു. 24.5 30 ഹാപ്പി അല്ലേ കുട്ടാ? ഹാപ്പി ആയിരിക്കും എനിക്കറിയാം. ഓക്കെ അപ്പൊ അടുത്ത പാട്ട് ഇതുപോലെ തന്നെ പൊളിച്ച് അടിപൊളിയായിട്ട് വരണം. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒന്നാം സമ്മാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജി-ടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. രണ്ടാം സമ്മാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. മൂന്നാം സമ്മാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. നാലാം സമ്മാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. അഞ്ചാം സമ്മാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർ നോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. നമ്മുടെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് തന്നെ അടിപൊളിയായിരുന്നു. നമ്മുടെ വൈകക്കുട്ടി അച്ഛനും കൂടെ വന്ന് അങ്ങോട്ട് ഗംഭീരമാക്കി നമ്മുടെ എപ്പിസോഡ് അല്ലേ? അപ്പൊ ഈ ഒരു സന്തോഷം നമ്മൾ നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് അങ്ങോട്ട് വിളിക്കാം. അടുത്ത വരാൻ പോണത് നമ്മുടെ മെബൂട്ടനാണ്. ഓക്കെ ലെറ്റ്സ് വെൽക്കം മെബിൻ മാർട്ടിൻ. ചന്ദനം പെയ്ത നാൾ
മെബൂട്ടാ, എന്തോ ഞങ്ങളങ്ങ് അലിഞ്ഞു പോയടാ. ഞാനും പാട്ടിനൊപ്പം അലിഞ്ഞു പോയിന്ന്. ആ ശരിക്കും നീ ഭയങ്കര എൻജോയ് ചെയ്താ നീ ആ പാട്ട്. ഞങ്ങളും അതുപോലെ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ജഡ്ജസും ഷാനിക്കയുടെ കിടന്ന് ഒരു അരേ വായൊക്കെ വരുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ? അതെ. ഹരിച്ചേട്ടൻ കണ്ണടച്ച് ആസ്വദിക്കായിരുന്നു പാട്ട്. ഓ സൂപ്പർ ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. താങ്ക് യു. എന്ത് പറയാനായോ, ചില പെർഫോമൻസസ് നമ്മളെ ഇങ്ങനെ രണ്ടാമതും ചിന്തിപ്പിക്കുന്നത് എങ്ങനെ ഇങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത്. വാക്കുകളില്ല. എന്തായാലും മോൻ ഇങ്ങനെ തന്നെ പോകണം, മുമ്പോട്ട് നന്നായിട്ട് പാടി പോട്ടെ. എല്ലാ റൗണ്ട്സും വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഓരോ റൗണ്ടും ഇതുപോലെ പെർഫോം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. താങ്ക് യു. ഈ എത്ര പേര് ഇത് പാടിയിട്ടുണ്ട്, മോൻ പാടിയതിൻ്റെ ആ ഒരു സോൾ കുറേ പേർക്കൊന്നും കിട്ടിയിട്ടില്ല പാടുമ്പോൾ. അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് താങ്ക് യു. പാടിയത്. അത് ഔട്ട് ഓഫ് ദ വേൾഡ്. ലൈക്ക് അത്രയും ഞാൻ തുടക്കം മുതൽ എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു, ഒരു തെറ്റ് എവിടെയെങ്കിലുമൊക്കെ വരുത്തുന്നു. പക്ഷേ ഇറ്റ് വാസ് എക്സ്ട്രാ ഓർഡിനറി. പിച്ചിങ്, സംഗതീസ്, സോൾ, എക്സ്പ്രഷൻ, വാക്കുകൾ പറയുന്ന എല്ലാം പോയിന്റ് ആയിരുന്നു. അടിപൊളിയായിട്ട് പാടി കേട്ടോ. താങ്ക് യു ആ സർ. പാട്ടിനുള്ള ഒരു ഇത് കൊടുത്തു, അതിനുള്ളൊരു വാല്യൂ ആ പാട്ടിനുള്ള. ഓക്കെ, ഓൾ ദി താങ്ക് യു ബെസ്റ്റ്. സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക, അയ്യോ എൻ്റെ മെബൂട്ട, എന്തോ ഇതാണ് ശരിക്കും ഈ സോൾഫുൾ മെലഡി എന്നൊക്കെ പറയണത്. അത് ആ സോൾ ഉൾക്കൊണ്ട് പാടുമ്പോഴാണ് ആ മെലഡിക്ക് അർത്ഥം വരുന്നത്. മെബൂട്ടന് അത് 100% ഉൾക്കൊണ്ടിട്ടാണ് പാടിയത്. ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും വേറൊരു ലോകത്തേക്ക് എത്തിച്ചു. താങ്ക് യു സർ. അപ്പോൾ ഇതിൻ്റെ ഒരു ദോഷം പറയുകയാണെങ്കിൽ ഏറ്റവും അവസാനം എത്തിയപ്പം ഒരു സ്ഥലത്ത് മാത്രം ഒന്ന് ഔട്ടായി. അതല്ലാതെ ഫ്ലോലെസ് ആയിരുന്നു ഈ പാട്ട്. താങ്ക് യു സർ. ഇത് നമ്മുടെ ഒരു പ്രശ്നമാണിത്. കാരണം ഇപ്പോൾ ഫുൾ മാർക്ക് തരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം കൂടി ആയതുകൊണ്ട് ആ ചെറിയൊരു സ്ലിപ്പ് കാരണം ചിലപ്പം ഇപ്പം നേരത്തെ ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിലും അല്ലായിരുന്നു മെബൂട്ടിന് ഇത് പാടുമെങ്കിൽ അവിടെ തീയും പുകയും ഗോൾഡും എല്ലാം കൂടെ വന്നേനെ. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര പരിതാപകരമാണ്. ഒന്ന് മനസ്സിലാക്കി. പിന്നെ ചെറിയൊരു പിച്ചൗട്ട് വരുമ്പോൾ അവൻ എന്തിനാണ് അവിടെ കൊണ്ടിട്ടത് എന്നിങ്ങനെ ഓർത്തു. പക്ഷെ മറുവശം പറയട്ടെ, മെബൂട്ട അസാധ്യമായിട്ട് പാടി. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി, ഹായ് മെബിൻ അല്ലേ? ഇവർ രണ്ടുപേരും പറഞ്ഞു തന്നെയാ മോനെ എനിക്കും പറയാനുള്ളത്. ഹരിഹരൻ എന്ന് ഒരു രാക്ഷസൻ, ഒരു മ്യൂസിക്കൽ രാക്ഷസൻ എന്ന് തന്നെ പറയാം. പുള്ളിയുടെ കയ്യിൽ ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി സ്റ്റുഡിയോയിൽ ഒരു വേർഷൻ പാടും. അത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ കയറുമ്പോഴത്തേക്കും ആ പാട്ടിന്റെ വേറെ വേറെ അവതാരങ്ങളാണ് നമ്മൾ കേൾക്കുക. ഹി വിൽ നെവർ സിങ് ദ സെയിം ലൈൻ ദ സെയിം വേ ട്വൈസ്. അങ്ങനത്തെ ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. പാടി വെച്ചിരിക്കുന്ന വിദ്യാസാഗർ എന്ന ഭയങ്കര ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ചെയ്ത കോമ്പോസിഷന് വെൻ ടു ജീനിയസസ് കം ടുഗെദർ മാജിക് ഹാപ്പൻസ് അല്ലേ? അപ്പം നമ്മുടെ പണി എന്താണ്? ആ മാജിക്കിനെ നമ്മൾ ഉൾവാങ്ങി നമ്മൾക്ക് എത്രത്തോളം അതിനെ കൺവിൻസിങ് ആയിട്ട് അതിനോട് എത്രത്തോളം നീതി പുലർത്താൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുക. ആൻഡ് മോൻ അത് ഇന്ന് ചെയ്തു. താങ്ക് യു. യു ഡിഡ് ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി. ഐ എം ഷുവർ ഈ പാട്ട് ഹരിജി കേൾക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് പ്രൗഡായിട്ട് തോന്നുമായിരുന്നു. അത്ര നന്നായിട്ട് മോൻ പാടി. താങ്ക് യു. സോ മൊത്തത്തിൽ സന്തോഷമായി എനിക്ക്. ഹാപ്പി ഗുഡ് ജോബ്. താങ്ക് യു ജഡ്ജസ്. അപ്പൊ നമുക്ക് മാർക്ക് ചോദിക്കാം അല്ലേ? ഞാനും എക്സൈറ്റഡാ. ഹരിച്ചേട്ടാ, ഇതുപോലൊരു ഉഗ്രം പെർഫോമൻസ് തന്നതിന് ഐ എം ഗിവിംഗ് യു 9.5. താങ്ക് യു. ഷാനിക്ക, ആ പിച്ചൗട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ, നീ വേറെ ഒന്നും വിചാരിക്കരുത്. 9.5. താങ്ക് യു. ചേച്ചി, എൻ്റെ കയ്യിൽ നിന്നും 9.5. താങ്ക് യു. പാർവതി കണക്കൂട്ടാണ്. അതെ, കണക്കോട്ടെ. ടോട്ടൽ 28.5. താങ്ക് യു. ഇത്രയും പോയതില് ടോപ്പസ്റ്റ് ആയിട്ട് ഇപ്പൊ മെബു എത്തി നിക്കാണ്. 30-ലെ 28.5. കൺഗ്രാറ്റ്സ്. താങ്ക് യു. അപ്പൊ ഇനി ഇതുപോലെ തന്നെ കട്ടയ്ക്ക് പിടിച്ചോ.
Okay. ഒരു മാറ്റം വേണ്ട നമുക്ക്. അടുത്ത സ്പീഡൊക്കെയാ വരണേ. ആ അതാ സോൾഫുൾ മെലഡി ഇങ്ങനെ പൊളിച്ചെങ്കിൽ നിന്റെ ഫാസ്റ്റ് ട്രാക്ക് കാണാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യാന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും പ്രാക്ടീസ് ഒക്കെ നടക്കട്ടെ. ഓക്കെ ഒരു കിടിലൻ പെർഫോമൻസ് ആയിട്ട് വാ. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് വിളിക്കാം. നമ്മൾ ഈ ഫാസ്റ്റ് ട്രാക്ക് വരുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഒരു എനർജി വരും. അപ്പൊ ലാസ്റ്റ് പാട്ടും ഒരു ഫാസ്റ്റ് ട്രാക്ക് റൗണ്ടിലാണ് വരാൻ പോകുന്നത്. നമ്മുടെ അനുഷ്ക കുട്ടിയാണ്. സോ ലെറ്റ്സ് വെൽക്കം അനുഷ്ക. കൊമ്പത്തെ വമ്പത്തി അരിവളോ പണ്ട് ആദാമീനെ കൊണ്ടാപ്പിള തിരിച്ച പെണ്ണിവളോ അന്ന് ആണിന്റെ വാരിയൽ ഉടിക്കാൻ വന്നൊരു പെണ്ണിവളോ കൊഞ്ചം വിവരക്കേടിക്കാമ്പോ പിന്നെ അഹന്ത വേരും കൂമ്പും ഇന്ന് മുരുട്ടി കുഴച്ച് കടിച്ച് കൊഴുത്ത പെണ്ണിവളോ 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 അന്ത പഞ്ചായത്തിലെ കഞ്ചു പഠിച്ചവൻ അറിവനോ ചുമ്മാ നെഞ്ചും വിരിച്ചു നെഞ്ചി കടിക്കുന്നതറിവനോ അടിച്ച് മീശ പിരിക്കുന്നതറിവനോ ഉള്ള കള്ളത്തരങ്ങളിനുള്ളിൽ ഒളിക്കുന്നതറിവനോ ഇത് കറങ്ങി തിരിയും ഭൂമി ഇതിനുടമ പെരിയ സ്വാമി അന്ത വലിയ രഹസ്യം എനിക്ക് ചൊരിഞ്ഞതറിവനോ അറിവനോ അറിവനോ അറിവൻ അന്ത പഞ്ചായത്തിലെ പക്ഷെ ചായം പുരട്ടേണം ഈ കവിള് തൊടുത്തു മിനുങ്ങാൻ ആണും കയ്യു പതിക്കേണം ഞാൻ പട്ടണം പഠിച്ച പെണ്ണ എന്നെ തൊട്ടാലൊട്ടണ കണ്ണ എന്ത് കണ്ടാലും കേട്ടാലും കൊത്തിപ്പെറുക്കും ഞാൻ ഒരു കഥയില്ലാത്ത പെണ്ണ് മനസ്സലിവില്ലാത്ത പൊന്ന് നിന്റെ ലെവലില്ലാത്ത അവിടെ കേൾക്കാൻ അറിവരോ 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 അന്ത പഞ്ചായത്തിലെ നെഞ്ചു കലക്കണത് അറിവനോ പഞ്ചാര ചിരി പൊങ്ങച്ച കൊച്ചമാരിവളോ എന്നത്തെ എന്നത്തെ വന്ന് ആടിവാട് എന്നത്തെ 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 അടിപ്പാക്കിരിയ എന്നത്തെ തന്തന താനാ തന്തന താനാരേ തന്തന താനാ തന്തന താനാ തന്തന താനാരേ കടിച്ചു കീറണ നോട്ടം നോക്കി കണ്ണ് കലക്കേണ്ട ചുമ്മാ എടുത്ത് ചാടുന്ന ചാട്ടം ചാടിക്കാലിട്ടടിക്കേണ്ട നീ നക്ക ചൊള്ളിക്കോലിൽ ഒരു തുണി തയ്ച്ച കോലം എന്നെ കൊന്നാലും തിന്നാലും വെല്ലുവിളിക്കും ഞാൻ കള്ള് കുടിച്ച പോലൊരു ഭൂമി തല കറങ്ങി നിൽക്കണ ഭൂമി അതിൽ 30 ഏക്കർ പിടിച്ച പവരൻ അറിവനോ 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 അറിവൻ അന്ത പഞ്ചായത്തിലെ മുഞ്ചു പെടുത്തൊരു സുന്ദരിയോ ഇവൾ പഞ്ചാരപ്പഴ പായസ കപ്പിലെ മുന്തിരിയോ കൊഞ്ചു പുന്നാര ചിരി പൊന്മണി തൂകണ പെൺമണിയോ നെഞ്ചിൽ 5-ാം കാലത്തിൽ പാട്ടുകൾ പാടണ പങ്കിളിയോ നല്ല മിടുമിടുക്കുള്ള പെണ്ണ് കരിമീൻ പിടയ്ക്കണ കണ്ണ് നിന്റെ മനസ്സിൽ കൊളുത്തി കൊരുത്ത സുന്ദരൻ ഏതവനോ ഏതവനോ ഏതവനോ
ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. Thank ഈ you. ഡ്രസ്സിലും കറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ നവ്യ ചേച്ചി നിന്ന് പെർഫോം ചെയ്യുന്ന ആ ഒരു ഫീൽ ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, ചേച്ചി. അനുഷ്ക, യെസ്, മൈ മോഡൽ. പക്ഷെ മോള് നന്നായിട്ട് പാടി, താങ്ക് യു മാം. അടിപൊളിയായിട്ട് പാടി. ആ പാട്ടിന്റെ എന്ത് എനർജി വേണോ ആ എനർജിയോടുകൂടി തന്നെ പാടി. എനിക്ക് ആക്ച്വലി ആദ്യം ഒരു ചെറിയൊരു ഞെട്ടലൊക്കെ കിട്ടി, ബിക്കോസ് ലൈറ്റ്സ് ഒക്കെ നല്ല ഡിം ചെയ്തിട്ട് ഒരു കർണാട്ടിക് തുടക്കം തുടങ്ങിയതിന് ശേഷം പെട്ടെന്ന് ലൈറ്റ്സ് വന്നപ്പോൾ ശരി ഒരു കുത്തുപാട്ടിന്റെ ഇഫക്റ്റ് ആയിരുന്നു ഇവിടെ. ഡാൻസ് ഒക്കെ കളിച്ച് ആ മൊത്തം ഷിഫ്റ്റ് ഇങ്ങോട്ട് മാറ്റിയത് നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു മാം. എനിക്ക് ലാസ്റ്റ് അങ്ങോട്ട് നടന്നു പോയി പാർവതി വിളിച്ചുകൊണ്ട് വന്ന എന്തായാലും നന്നായി. നമുക്ക് സമയം കളയണ്ട, നമുക്ക് അടുത്ത കർത്തവ്യത്തിലേക്ക് നമുക്ക് വേഗം ആവട്ടെ. എല്ലാരോടും അത്രയും കരുണ കാണിച്ചതിന് നന്ദി. പക്ഷേ നമ്മൾ അത് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊന്ന് ആലോചിക്കണം, അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും വോയിസിൽ കുറച്ച് ഷിവർ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അത് വലിയ കാര്യമൊന്നും അല്ല, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. പക്ഷെ നമ്മൾ അത് അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ നമ്മുടെ പുറകിൽ, മനസ്സിന്റെ പുറകിൽ ഉണ്ടാവണം. നമ്മുടെ പെർഫോമൻസിനെ എഫക്ട് ചെയ്യുന്ന ഒന്നും തന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള കളി മാത്രം മതി. അത് ഡാൻസ് ആവട്ടെ, ഇങ്ങനെ പോയിട്ട് നടക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പണി പറ്റിക്കലാവട്ടെ, എന്താണെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ പെർഫോമൻസ്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബട്ട് യു ആർ റിയലി ഗുഡ്. നല്ലൊരു എനർജി ഉണ്ടായിരുന്നു, ഒരു പോസിറ്റീവ്, ഫുൾ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു മോളുടെ പെർഫോമൻസിൽ. സോ നന്നായിട്ട് ചെയ്തു. ആൻഡ് ഓർക്കസ്ട്രയെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തു. ഇടയ്ക്കൊരു ചെറിയൊരു ഇന്റർലൂഡ് ഒക്കെ പാടിക്കൊടുത്ത് നല്ല രസമായിരുന്നു. ഇറ്റ്സ് വെരി നൈസ്ലി ഡൺ. നന്നായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു ചേച്ചി. ഷാനിക്ക. അനുഷ്ക, യെസ് സാർ. യെസ് സാർ. അടിപൊളിയായിരുന്നു മോളെ. താങ്ക് യു സാർ. ഭയങ്കര വൈബ്രന്റ് പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഓഫ് കോഴ്സ് 2 പവർ ഹൗസുകൾ പാടിയ പാട്ടാണ് മോൾ ഒറ്റയ്ക്ക് പാടുന്നത്. അതാ ഓൾമോസ്റ്റ് ആ സെയിം പവറിൽ തന്നെ മോള് പാടുകയും ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ കോറസ് സിംഗേഴ്സ് അവസാനമായപ്പോഴേക്കും കോറസിന്റെ വഴിക്ക് പോയി. പക്ഷെ നന്നായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തു കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്തത്, ഞാൻ പട്ടണം പഠിച്ച പെണ്ണാന്ന്, പിന്നെ എന്നെ തൊട്ടാലൊട്ടണം, അവിടെ മാത്രം എനിക്കൊന്ന് ലോ രജിസ്റ്റർ അത്ര നേരം ഫുൾ പവറിൽ പാട്ട് എനിക്കൊന്ന് ആ അനുപല്ലവി തിരിച്ച് ചെറിയ, അത് മെയിലാണോ? അല്ല, ഫീമെയിലാണ്. ഇത് ഒറിജിനൽ സ്കെയിൽ തന്നെയാണോ? അല്ല. ആ, അപ്പം പിന്നെ അവിടെ മാത്രം എനിക്ക് ചെറിയൊരു ഒരു വേവറിങ് പോലെ എനിക്ക് തോന്നി. ബാക്കി ഒട്ടുമിക്ക സ്ഥലങ്ങളൊക്കെ മോള് ഗംഭീരമായിട്ട് തന്നെ ഫുൾ എനർജി കൊടുത്തിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ അഭിരാമി പറഞ്ഞ ഏറ്റവും വലിയ കാര്യമാണ് ഈ നടന്നു പോകുമ്പോൾ അവളുടെ ഇവളെ പിക്ചറിൽ വന്ന പ്രശ്നമാണ് മോളെ. ഞാൻ അവിടെ മര്യാദ ഞാൻ തന്നെ നടന്നു വരില്ലായിരുന്ന, ആരും എന്നെ വന്ന് വിളിക്കണ്ട, ഞാൻ തന്നെ വന്നോളാം. ഇപ്പൊ കുറ്റം മൊത്തം എനിക്കായി ലാസ്റ്റ്. മോൾക്ക് അവിടെ നിന്ന് മര്യാദക്ക് പാടി പോയി. ഇപ്പൊ അവസാനത്തെ നാനൊക്കെ ഏതൊക്കെയോ വഴിക്ക് പോയി. ഞാൻ പറഞ്ഞില്ല, പ്രശ്നമാണ്. ഞാനല്ലേ? ഞാനാണ് പാട്ടാണ്? അല്ല, അവള്. ഞാൻ എന്തിനായിരുന്നു നീ എന്നെ വന്ന് വിളിച്ചത്? കാരണം ആ പോകുന്ന വഴിക്കൊക്കെ മോളാ ഒക്കെ കളഞ്ഞോണ്ടാ പോകുന്നത്. എന്നിട്ട് തിരിച്ച് സ്റ്റേജ് എടുത്തിപ്പം ഓക്കെ പഴയതുപോലെ ഒക്കെ ഒന്നായി. പക്ഷെ ആ പ്രോസസ്സിൽ കുറച്ച് ഒന്ന് ആടി വലഞ്ഞു നോട്ട്സ്. ഇപ്പോൾ പറഞ്ഞു പണ്ടായി ചേച്ചിനെ വിളിക്കാൻ പോകണ്ട. അതെ, നമ്മുടെ ഉദ്ദേശം അത് തന്നെയാണ്. എനിക്ക് തോന്നി. അപ്പം അത്ര മാത്രമേ ഉള്ളൂ മോളെ. പിന്നെ വലിയൊരു കയ്യടി മോൾക്ക്. കാരണം 2 പേര് പാടിയ പാട്ട് ഒറ്റയ്ക്ക് നിന്ന് ഒന്ന് പാടി. താങ്ക് യു സാർ. അത് ഈ പാട്ട് അത്രയും ജോഷിൽ പാടില്ലെങ്കിൽ ഈ പാട്ട് വർക്ക് ആവില്ല. ബ്യൂട്ടിയുടെ ഓക്കെ, വളരെ ചെറിയ പ്രശ്നങ്ങൾ മാത്രം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. അനുഷ്ക, എന്താ? സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. ആദ്യം തന്നെ ഇത് 2 സിംഗേഴ്സ് പാടിയ ഒരു പാട്ട് അനുഷ്ക ഒറ്റയ്ക്ക് പാടി അടിപൊളിയാക്കി. താങ്ക് യു സാർ. അത് ആദ്യത്തെ ഒരു ക്രെഡിറ്റ്. കഴിഞ്ഞ റൗണ്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു. എന്തായാലും നൈസ് സെലക്ഷൻ. അധികം ആരും ചിന്തിക്കാത്തൊരു പാട്ട് സെലക്ട് ചെയ്തു. അതുപോലെ നന്നായിട്ട് പെർഫോം ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ബട്ട് നൈസ് പെർഫോമൻസ്, വെരി നൈസ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം അല്ലേ? ഹരിച്ചേട്ടാ, അപ്പോൾ ഇന്നത്തെ മോളുടെ പെർഫോമൻസ്, നല്ല പെർഫോമൻസും നല്ല പാട്ടായിരുന്നത് കൊണ്ടും ഐ ആം ഗിവിംഗ് യു 8.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സാർ. സൂപ്പർ. ഷാനിക്ക സെയിം 8.5. താങ്ക് യു സാർ. സൂപ്പർ. ചേച്ചി എന്റെ കയ്യിൽ നിന്ന് 8.5. താങ്ക് യു മാം. സൂപ്പർ. 25.5 മാർക്സ് ആണ് 30ൽ കിട്ടിയിട്ടുള്ളത്. സോ ഹാപ്പി അല്ലേ?
ഹാപ്പി ആണെന്ന് അറിയാം. എല്ലാരും നല്ല മാർക്സ് അല്ലേ വാങ്ങിച്ചിട്ട് പോണത്. അതെന്നെ കീപ്പ് ചെയ്തോട്ടാ. അതിന് താഴേക്കൊന്നും നമുക്ക് ആർക്ക് പോകണ്ട. കാരണം ഇവര് ലാസ്റ്റ് പാടുപെടണം ഇത് ആർക്ക് തരണം എന്നുള്ളത്. അതെ അതെ. ഓക്കെ, അപ്പൊ അനുഷ്ക ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അടുത്ത റൗണ്ട് നമുക്ക് പൊളിക്കണം. സോൾഫുൾ മെലഡി റൗണ്ട് ആണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ വായോ. ഓക്കേടാ, ബൈ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര മനോഹരമായിട്ട് നമ്മൾ എൻഡ് ചെയ്യാൻ പോണ്. കുറേ നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി പെർഫോമൻസ്, നല്ല മാർക്സ്, എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പിയാണ് അല്ലേ. അപ്പോൾ ഇത്രയും പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കസ്ട്രേനെ ഇന്ന് ഭയങ്കരമായിട്ട് എടുത്ത് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു മൊമെന്റിൽ ശരിക്കും നമ്മുടെ ജോസ് തോമസ് ചേട്ടൻ ഇങ്ങനെ ഓർത്ത് പോവാണ്. ചേട്ടൻ നമ്മളെ വിട്ടു പോയി. അപ്പൊ അതിന്റെ ഒരു സങ്കടം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എസ്പെഷ്യലി നിങ്ങളൊക്കെ ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരാണ്. എന്തായാലും ഹരിച്ചേട്ടനും ഷാനിക്കും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇല്ല, ഷാനിക്ക് വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് പല വേദികളും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരുപാട് എൻ്റെ വളരെ ചെറുപ്പകാലം തൊട്ട് ഞാൻ ഒരു പാടി തുടങ്ങുന്ന സമയം തൊട്ട് ജോസേട്ടൻ ഒരുപാട് സ്റ്റേജസിൽ ഗിറ്റാർസ് വായിച്ചിട്ടുണ്ട്. ശരിക്കും ഷോക്കിംഗ് ആയിരുന്നു. ആദ്യമൊന്നും എനിക്ക് ഇത് കണ്ടിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം എപ്പോഴും കാണാറുള്ള ട്രിവാൻഡ്രത്ത് മുമ്പ് എവിടെ വെച്ച് കണ്ടാലും മോനെ എന്ന് പറഞ്ഞ് അത്രയും അടുപ്പമുള്ള ചേട്ടനായിരുന്നു. ഇപ്പോഴും വളരെ അതൊരു ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് എല്ലാ മ്യൂസീഷ്യൻസിനും. ഇതിൽ എസ്പെഷ്യലി ഓർക്കസ്ട്രയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേർക്ക് അത് വളരെ ഒരു വല്ലാത്തൊരു ഇൻസിഡൻ്റ് ആണ് നടന്നത്. ആൻഡ് ഓർക്കസ്ട്ര ടീമിന് എന്തായാലും ഒരുപാട് കഥകൾ ഉണ്ടാവും. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണല്ലേ ജോസേട്ടൻ. എന്തെങ്കിലും ഒരു മൊമെന്റ് ഷെയർ ചെയ്യാമോ? ജോസേട്ടന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ട്രിവാൻഡ്രം സംഗീത കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നു. അപ്പോൾ ഒരു ക്ലാസിക്കൽ ഒരു പാട്ട് പാടുകയാണ്. അത് ഏതോ ഒരു പ്ലേബാക്ക് സിംഗറാണ് പാടുന്നത്. ഇത് വായന കേട്ട് ഞാൻ അങ്ങ് സ്തബ്ധനായി പോയി പ്ലേയിങ് കേട്ടിട്ട്. കാരണം അത്ര പെർഫെക്ഷനോടെ ഒരാളെ ഗിറ്റാർ എൻ്റെ ആ കാലത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അപ്പം ഭയങ്കര അന്ന് തൊട്ടേ ഉള്ള പരിചയമാണ്. നമ്മുടെ സംഗീത ലോകത്തിന് തന്നെ വലിയൊരു നഷ്ടമാണ് ജോസേട്ടൻ്റെ ഒരു വിയോഗം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡും നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ നല്ല പെർഫോമൻസസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. ദിസ് ഇസ് മീ പാർവതി സൈനിങ് ഓഫ് ഫ്രം മൈ ജി സൂപ്പർ സ്റ്റാർ.